നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അബേഷ് രഘുവരൻ. പ്രധാന വാർത്തകൾ. ചരിത്രം വഴിമാറുന്നു. പവലിയനിൽ തട്ടി മൂലം മുടങ്ങി. ആളും അരങ്ങും ആരവവുമില്ലാതെ ഇക്കുറി മൂലക്കാഴ്ച. കേരള കോൺഗ്രസ് ചേരിപ്പോര് വീണ്ടും മറനീക്കി പുറത്തുവരുന്നു. മുൻ MLA ഡോക്ടർ KC ജോസഫിനെ ഉദ്ഘാടകനാക്കിയതിൽ പ്രതിഷേധിച്ച് കൊടിക്കുന്നിൽ പിന്മാറി. കഴിഞ്ഞ ഡിസംബറിൽ ഭരണാനുമതി ലഭിച്ച 70 കോടിയുടെ കുടിവെള്ള പദ്ധതി ഇഴയുന്നു. കുടിവെള്ളമില്ലാതെ കുട്ടനാട്. KCB അന്വേഷണം. വാർത്തകൾ വിശദമായി. മൂലക്കാഴ്ചയുടെ നിറം കെട്ടു. ഇക്കുറി മൂലം ജലോത്സവ മത്സര വള്ളംകളിയില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ ഉത്തരവിറക്കി. ചമ്പക്കുളം മൂലം വള്ളങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് സംബന്ധിച്ച തർക്കത്തിന് പരിഹാരമായില്ല. ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മൂലം ജലോത്സവ പൈതൃക കർമ്മസമിതിയുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് മത്സര വള്ളംകളി ഒഴിവാക്കിയത്. അല്ലാത്തപക്ഷം സാമുദായിക സംഘർഷത്തിന് വരെ സാധ്യതയുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആചാരപരമായ ചടങ്ങുകളും ജലോത്സവ ഘോഷയാത്രയും മാത്രമേ ഇത്തവണ ഉണ്ടാകൂ. മതസൌഹാർദ്ദത്തിന്റെ കൊടിക്കൂറയേന്തി വന്നെത്തിയ മിഥുനമാസത്തിലെ മൂലനാൾ കുട്ടനാട്ടുകാരുടെ ജലോത്സവ പ്രേമികളുടെ ആരവത്താൽ മുഖരിതമായിരുന്നു ഒരിക്കൽ. എന്നാൽ മൂലം ജലോത്സവത്തിന്റെ ആചാരപരവും പൈതൃകവും മാറ്റിമറിക്കുന്ന നിലയിൽ ഫിനിഷിംഗ് പോയിന്റ് മാറ്റിയതിനെ തുടർന്നുണ്ടായ അഭിപ്രായ വ്യത്യാസമാണ് മത്സര വള്ളംകളി ഉപേക്ഷിക്കുവാൻ അധികൃതർ നിർബന്ധിതരായത്. കേരള കോൺഗ്രസ് ചേരിപ്പോര് രൂക്ഷം. മുൻ MLA ഡോക്ടർ KC ജോസഫിനെ പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകനാക്കിയതിൽ പ്രതിഷേധിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP പരിപാടിയിൽ നിന്നും പിന്മാറി. ചങ്ങങ്കരി സെന്റ് ജോർജ് പുത്തൻചുണ്ടൻ നീരണിയിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ നിന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് അവസാന നിമിഷം പിന്മാറിയത്. ഇതോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകനായി സംഘാടകർ ആദ്യം നിശ്ചയിച്ചിരുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെയായിരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് അവസാന നിമിഷം കൊടിക്കുന്നിലിനെ ഒഴിവാക്കി ഡോക്ടർ KC ജോസഫിനെ ഉദ്ഘാടകനായി നിശ്ചയിക്കുകയായിരുന്നു. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചതെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരള കോൺഗ്രസ് തന്നെ പരാജയപ്പെടുത്തുവാനാവുന്നതും ശ്രമിച്ചതായി കൊടിക്കുന്നിൽ സുരേഷ് KCB വാർത്തകളോട് പരസ്യമായി പറഞ്ഞിരുന്നു. മണ്ഡലത്തിൽ വിജയിച്ചതിന് ശേഷം നടത്തിയ കൊടിക്കുന്നിലിന്റെ ഈ പരാമർശം രാഷ്ട്രീയ രംഗത്ത് വൻ വിവാദമായിരുന്നു. ഇതിനെതിരെ കേരള കോൺഗ്രസ് നേതാക്കളും പരസ്യ പ്രസ്താവന ഇറക്കി. ഈ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ ആധിപത്യമുള്ള ചടങ്ങിൽ നിന്നും കൊടിക്കുന്നിലിനെ ഒഴിവാക്കിയത് എന്നാണ് വാർത്തകൾ. അതേസമയം നോട്ടീസിൽ വന്ന പിശകാണ് പൊതുസമ്മേളന ഉദ്ഘാടകൻ മാറിപ്പോകാൻ കാരണമായതെന്നാണ് പരിപാടിയുടെ സംഘാടക സമിതി നൽകുന്ന വിശദീകരണം. രാമഗിരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും രാമഗിരി PhD ഗ്രൌണ്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഓവർഹെഡ് വാട്ടർ ടാങ്ക് നോക്കുകുത്തിയായി തുടരുന്നു. നീരേറ്റുപുറം ജലശുദ്ധീകരണശാല പ്രവർത്തനക്ഷമമായെങ്കിലും രാമഗിരിയിലെ ഓവർഹെഡ് ടാങ്കിലേക്ക് ഇനിയും ശുദ്ധജലം എത്തിനോക്കിയിട്ടില്ല. ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്ത് കയറ്റുന്നതിനുള്ള സംവിധാനങ്ങൾ ഇനിയും ആരംഭിച്ചിട്ടുമില്ല. നീരേറ്റുപുറം വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നെത്തുന്ന ജലം മുട്ടാർ വഴി കിടങ്ങറ പാലത്തിന് പടിഞ്ഞാറ് വശം പുതിയതായി നിർമ്മിച്ച പൈപ്പ് ലൈനുമായി ലിങ്ക് ചെയ്ത് മാമ്പുഴഗിരി ഭാഗത്തേക്ക് വഴിതിരിച്ചു വിടുകയാണ് ഉണ്ടായത്. ഇതാണ് രാമഗിരി ഭാഗത്തേക്ക് ശുദ്ധജലം എത്താതിരിക്കുവാനുള്ള കാരണമെന്ന് പറയപ്പെടുന്നു. ഈ വിഷയത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ജേക്കബ് എബ്രാഹിമിന്റെ പ്രതികരണത്തിലേക്ക്. നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ കമ്മീഷൻ ചെയ്ത വേളയിൽ ബഹുമാനപ്പെട്ട MLA പറഞ്ഞിരുന്നത് 3 മാസത്തിനുള്ളിൽ കുട്ടനാട്ടിലെ മുഴുവൻ 13 പഞ്ചായത്തുകളിലും വെള്ളം എത്തിക്കുവാനായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്, ബാക്കി തുടർ നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുക എന്നാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടത്. എന്നാൽ 6 മാസം കഴിഞ്ഞിട്ടും നിലവിലുള്ള ഒരൊറ്റ ഓവർഹെഡ് ടാങ്കിൽ പോലും പുതിയ നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വെള്ളം എത്തിക്കുവാനായിട്ടുള്ള നടപടികൾ തുടങ്ങിയിട്ടില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം എത്തിക്കുവാനായിട്ടുള്ള ടെൻഡറുകൾ കഴിഞ്ഞെങ്കിൽ പോലും അത് 10% എബോവായിട്ട് കോൺട്രാക്ടർമാർ കോട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിന് അംഗീകാരം കിട്ടിയിട്ടില്ല. ഇത് അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി MLAയുടെ ഭാഗത്തു നിന്നൊരു ഇടപെടലോ അതിനൊരു ഫോളോ അപ്പ് ആക്ഷൻ നടത്താതെ 6 മാസം മുമ്പ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത് അത് വേൾഡ് ബാങ്കിന്റെ കാലത്ത് കിട്ടിയ ഒരു ഉദ്ഘാടനം നടത്തി അതിന്റെ മുഴുവൻ മഹിമയും എടുത്തതിന് ശേഷം ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ വെള്ളം കിട്ടുവാനായിട്ടുള്ള നടപടികൾ ഫലപ്രദമായ രീതിയിൽ MLA ഇടപെടാതിരിക്കുന്നത് കൊണ്ടാണ് ഈ വെള്ളം ഇവിടെ കിട്ടാതിരിക്കുന്നത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ബോർഡിലാണ് ഈ 10% എബോവിന് വേണ്ടി കാത്തു കിടക്കുന്നത്.
അടിയന്തരമായി MLAയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിക്കൊണ്ട് ഈ വർഷത്തെ ജൂലൈ മാസത്തെ ബോർഡിലെങ്കിലും അതിന് തീരുമാനമുണ്ടാകുന്നെങ്കിൽ മാത്രമേ 2015 കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുകയുള്ളൂ. ഫലപ്രദമായ രീതിയിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടാൻ കുട്ടനാട് MLA തയ്യാറാകണമെന്നാണ് അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം പറയുന്നത്. രാമങ്കരി ഓവർഹെഡ് ടാങ്കിലേക്ക് ജലം എത്തിക്കുന്നതിന് പദ്ധതികളായിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകൾ നിമിത്തം ഉദ്യോഗസ്ഥർ അവയും അട്ടിമറിക്കുകയാണെന്ന് രാമങ്കരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP ബ്രീവൻ അഭിപ്രായപ്പെട്ടു. ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ഉദ്ഘാടനം കഴിഞ്ഞുവെന്നുണ്ടെങ്കിലും ഇപ്പോൾ കിടക്കുന്ന പൈപ്പുകളുടെയും പുതുതായി പണിതിരിക്കുന്ന ഓവർഹെഡ് ടാങ്കുകളുടെയും ിലേക്കുള്ള ജല വിതരണ സംവിധാനം അമ്പെ പരാജയപ്പെട്ട് കിടക്കുകയാണ്. ഇതിനായി നിരവധി പ്രോജക്റ്റുകൾ സർക്കാർ തലത്തിൽ പാസ്സാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സംവിധാനം ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും മുൻ ജനപ്രതിനിധി കുട്ടനാട്ടിലെ ചില മുൻ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കാതിരിക്കാൻ വേണ്ട കാര്യമായ ശ്രമം നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത. അതിന് കാരണം ഈ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ നീരേറ്റുപുറം ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പണിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയൊരു കാലതാമസം. 25 കൊല്ലം സാധിക്കാത്ത സാധനം 7 കൊല്ലം കൊണ്ട് സാധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു ആത്മരോഷം ഒരു പ്രതിഫലിക്കുന്നുണ്ട് മറ്റു പല മേഖലകളിലും. പക്ഷേ രാമങ്കരിയിലെ ഓവർഹെഡ് ടാങ്കിൽ ഞങ്ങൾ സർക്കാരിനോട് ഒരു കാര്യം നിർദ്ദേശിക്കുകയാണ്. പഞ്ചായത്തിന് ഈ ഓവർഹെഡ് ടാങ്ക് വിട്ടുതന്നാൽ ഇതിന് മോട്ടോർ ഫിറ്റ് ചെയ്ത് ഇതിൽ വെള്ളം അടിച്ചു കയറ്റുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിലും പൊട്ടിക്കിടക്കുന്ന പൈപ്പുകൾ നന്നാക്കുന്നതിന് വേണ്ടി കരാറുകാരെ നിയമിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. ആ പ്രവൃത്തിയും പഞ്ചായത്തിനെ ഏൽപ്പിച്ചാൽ, നിയമപരമായ അംഗീകാരത്തോടുകൂടി ഏൽപ്പിച്ചാൽ പഞ്ചായത്ത് ആ ജോലിയും ഏറ്റെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിലേക്കുള്ള വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിച്ച് ഈ തന്നിരിക്കുന്ന ഓവർഹെഡ് ടാങ്കുകളിലേക്ക് വെള്ളം കയറ്റുന്നതിനും രാമങ്കരി ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ശുദ്ധജല വിതരണം ഭംഗിയാക്കുന്നതിന് വേണ്ട കാര്യങ്ങളിൽ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്ന് പണം തന്നെ മാറ്റാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഓൺ ഫണ്ടിൽ നിന്ന് പണം തന്നെ മാറ്റാൻ തയ്യാറാണെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാം. രാമങ്കരി പഞ്ചായത്തിലെ ജലവിതരണ പൈപ്പുകൾ മാറ്റുന്ന പ്രവൃത്തികൾ നിയമസാധുതയോടെ രാമങ്കരി പഞ്ചായത്തിനെ ഏൽപ്പിച്ചാൽ സമയബന്ധിതമായി ജോലി പൂർത്തീകരിക്കും. രാമങ്കരി ഓവർഹെഡ് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനമുണ്ടാക്കുവാനും രാമങ്കരി പഞ്ചായത്ത് തയ്യാറാണെന്നും ബ്രീവൻ പറഞ്ഞു. അതേസമയം കുട്ടനാട്ടിലെ നിലവിലുള്ള ഓവർഹെഡ് ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി 37.7 കോടി രൂപയുടെ ഓക്സിമെന്റേഷൻ ഓഫ് കുട്ടനാട് വാട്ടർ സപ്ലൈ സ്കീമിൽ ഉൾപ്പെടുത്തി ഭരണാനുമതി ലഭിച്ചതിന്റെ രേഖകൾ KCV വാർത്തകൾക്ക് ലഭിച്ചു. തോമസ് ചാണ്ടി MLA ആണ് പദ്ധതിക്ക് അംഗീകാരം നേടിയെടുത്തത്. കഴിഞ്ഞ വർഷം ഡിസംബർ 28 തീയതിയാണ് ഈ പ്രവൃത്തിക്ക് ഭരണാനുമതി ആയത്. പുതിയ പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് 30 കോടി രൂപയും നിലവിലുള്ള പൈപ്പ് ലൈനുകൾ മാറ്റുന്നതിന് 97 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. കൂടാതെ ഓവർഹെഡ് ടാങ്കുകളില്ലാത്ത കാവാലം, തകഴി പഞ്ചായത്തുകളിൽ 68 ലക്ഷം രൂപയും ഇതിന് അനുവദിച്ച ഉത്തരവായിരുന്നു. എന്നാൽ കരാറുകാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയും മുൻ MLAയുടെ അവിഹിത രാഷ്ട്രീയ ഇടപെടലും നിമിത്തം പദ്ധതി നീട്ടിക്കൊണ്ടുപോവുകയാണെന്നാണ് ആരോപണം. നീരേറ്റുപുറത്ത് നിന്ന് എടത്തുവയിലേക്കുള്ള പൈപ്പ് ലൈൻ വലിക്കുന്നതിനുള്ള ടെൻഡറും നീരേറ്റുപുറം പള്ളിക്കൂട്ടുമ്മ പൈപ്പ് ലൈനുള്ള വർക്കും മാത്രമാണ് കരാർ ആയിട്ടുള്ളത്. പദ്ധതികൾ പലതും വന്നുപോകുന്നുണ്ടെങ്കിലും കുട്ടനാട്ടുകാർ ഇന്നും കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. നീരേറ്റുപുറം ജലശുദ്ധീകരണശാലയുടെ കമ്മീഷൻ കഴിഞ്ഞതോടെ കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിലും ശുദ്ധജലം എത്തുമെന്നാണ് കുട്ടനാട് MLA തോമസ് ചാണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ രാമങ്കരി അടക്കമുള്ള പ്രദേശങ്ങളിലെ ഓവർഹെഡ് ടാങ്കുകളിലേക്ക് ഇന്നേ വരെ ശുദ്ധജലം എത്തിനോക്കിയിട്ടില്ല. മുൻ MLAയുടെ ഇടപെടലുകളാണ് ഇതിന് കാരണമാകുന്നതെന്നാണ് ആരോപണം. ക്യാമറാമാൻ മർഡോണയ്ക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ, KCV വാർത്തകൾ. മൂലം ജലോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളും പൈതൃകവും തകർക്കുന്ന നടപടികളാണ് കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് BJP മണ്ഡലം പ്രസിഡന്റ് MR സജീവ്. ഫിനിഷിംഗ് പോയിന്റും പവലിയനും മാറ്റി സ്ഥാപിക്കുവാനുള്ള കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MR സജീവ്. പ്രതിഷേധ സൂചകമായി പവലിയന്റെ ശിലാഫലകത്തിൽ BJP റീത്ത് സമർപ്പിച്ചു. അധികാരികളെ വഞ്ചകരെ നോക്കിയിരുന്നാൽ BJP തകർത്തെറിയും കൊടിക്കുന്നിൽ. ഈ ജലോത്സവത്തെ അട്ടിമറിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമൊക്കെ ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം അത് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് മഠത്തിൽ ക്ഷേത്രവുമായിട്ടുള്ള ഈ മൂലം ജലോത്സവത്തിന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയുമായി മുന്നോട്ട് പോകും. ഈ പ്രദേശത്തെ ജനങ്ങളുമായി യാതൊരു കൂടിയാലോചനയുമില്ലാതെ, ഈ പ്രദേശത്തെ സാംസ്കാരിക സാമുദായിക സംഘടനകളുമായി യാതൊരു കൂടിയാലോചനയുമില്ലാതാണ് ഇത്തരം ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ അധികാരികൾ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ആരുടെയും അനുവാദത്തോടു കൂടിയോ ഒരു കൂട്ടായ ചർച്ചയോ കൂടാതാണ് കഴിഞ്ഞ കൊല്ലം
നമ്മുടെ MP ഇത്തരമൊരു ശിലാസ്ഥാപനം ഈ പ്രദേശത്ത് നടത്തിയിട്ടുള്ളത്. ഈ വള്ളംകളിയെ സംബന്ധിച്ച് ഇവിടെയല്ല അതിന്റെ ഫിനിഷിംഗ് പോയിന്റ് എന്ന് വ്യക്തമായി അറിയുന്ന, ഇതിന്റെ ചരിത്രം അറിയുന്ന, ഈ വള്ളംകളിയുടെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ച് അറിയുന്ന കൊടിക്കുന്നിൽ സുരേഷ് MP ഈ വള്ളംകളിയെ ആസൂത്രിതമായി തകർക്കുന്നതിനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ആളാണ്. മൂലം ജലോത്സവത്തിന്റെ പൈതൃകത്തെക്കുറിച്ചും അതിന്റെ നടത്തിപ്പിനെക്കുറിച്ചും വ്യക്തമായി അറിയുന്ന കൊടിക്കുന്നിൽ സുരേഷ് MP ഈ ജലോത്സവത്തെ തകർക്കാനെടുക്കുന്ന തീരുമാനത്തിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിനാണ് തുടക്കം കുറിക്കുന്നത്. ഈ ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിലെ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ, കുട്ടനാട്ടിലെ ആചാര അനുഷ്ഠാനങ്ങൾ മനസ്സിലാക്കാൻ വൈകിയെങ്കിൽ അതിനിയും തിരുത്തുന്നതാണ് നല്ലതെന്നാണ് കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്, ചമ്പക്കുളത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത്. D. പ്രസന്നകുമാർ, TP സന്തോഷ് കുമാർ, AN ഹരിദാസ്, സുഭാഷ് പറമ്പിശ്ശേരി, KR മോഹനൻ, സന്തോഷ് എന്നിവർ സംസാരിച്ചു. വിധവയെയും മകനെയും മണ്ണഞ്ചേരി പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ്. ആലപ്പുഴ ഗസ്റ്റ് ഹൌസിൽ നടന്ന സിറ്റിംഗിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം ജസ്റ്റിസ് R. നടരാജനാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. പരാതിക്കാരിയായ ആരിഫയുടെ വിശദീകരണത്തെ തുടർന്നാണ് നടപടി. 90 പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. ഇതിൽ 20 എണ്ണത്തിന് പരിഹാരമായി. CPM കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറിയും 1 പതിറ്റാണ്ട് മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന മുതിർന്ന നേതാവ് മുഹമ്മ കല്ലാപ്പുറം ചേനപ്പറമ്പിൽ CK ഭാസ്കരൻ നിര്യാതനായി. 85 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച രാത്രി 1 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ ചികിത്സയിലായിരുന്നു. കയർ തൊഴിലാളി മേഖലയിലെ പ്രവർത്തനങ്ങളിലൂടെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഇടമുറപ്പിച്ച CK ഭാസ്കരൻ, P. കൃഷ്ണപിള്ള, VS അച്യുതാനന്ദൻ, കഴിഞ്ഞ ദിവസം അന്തരിച്ച PK ചന്ദ്രാനന്ദൻ എന്നിവർക്കൊപ്പമാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായത്. വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. രക്തദാനം മഹാദാനം, രക്തം നൽകൂ ജീവൻ രക്ഷിക്കൂ എന്ന സന്ദേശമുയർത്തി കുറിച്ചി പൊടിപ്പാറ യുവദീപ്തി KCYM നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഞായറാഴ്ച രാവിലെ നടക്കുന്ന ക്യാമ്പ് കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശൈലജ സോമൻ ഉദ്ഘാടനം ചെയ്യും. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. വൈദ്യുതി ബോർഡ് ജീവനക്കാരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിച്ചു.
ജീവനക്കാർ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. മങ്കൊമ്പ് ഇലക്ട്രിക്കൽ സെക്ഷന് കീഴിലുള്ള കാവാലം സബ് എഞ്ചിനീയർ ഓഫീസിലെ ജീവനക്കാർക്ക് നേരെയാണ് അക്രമം നടന്നത്. കാവാലം സബ് എഞ്ചിനീയർ ഓഫീസിലെ ജീവനക്കാരായ വിജിമോനും ഷാജിക്കുമാണ് അക്രമത്തിൽ പരിക്കേറ്റത്. ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധ പ്രകടനം ആരംഭിച്ച തട്ടാശ്ശേരി ജങ്കാർ കടവിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AITUC വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം AM ഷിറാസ് ഉദ്ഘാടനം ചെയ്തു. R രാജശേഖരൻ നായർ, മൃദുലാൽ, സജീഷ്, സജി, സലിം എന്നിവർ സംസാരിച്ചു. ബാലചന്ദ്രൻ, സതീഷ് കുമാർ, ബിനോയ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. അക്രമികൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. രാമങ്കരി വേഴപ്ര പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്ത് കടവിലെ പാലത്തിന് കൈവരിയില്ലാത്തത് അപകട കാരണമാകുന്നുവെന്ന് പരാതി. ഓട്ടോറിക്ഷയ്ക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാവുന്ന പാലത്തിൽ നിന്നും പെട്ടിയോട്ടോയും മോട്ടോർ സൈക്കിളും AC കനാലിലേക്ക് മറയുന്നത് പതിവായിട്ടുണ്ട്. AC കനാലിന് കുറുകെയുള്ള ഈ പാലത്തെയാണ് വേഴപ്ര ഊരിക്കരി പ്രദേശത്തെ ജനങ്ങൾ രാമങ്കരിയിലേക്ക് എത്തുവാൻ ആശ്രയിക്കുന്നത്. സ്കൂളിലേക്കും മറ്റു വിദ്യാലയങ്ങളിലേക്കും പോകുന്ന കൊച്ചുകുട്ടികളടക്കമുള്ള വിദ്യാർത്ഥികൾ കൈവരിയുടെ അഭാവം നിമിത്തം ഭയന്നാണ് പാലം കടക്കുന്നത്. രാമങ്കരി പഞ്ചായത്തിന്റെ നേരെ മുൻവശത്തുള്ള പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടിരുന്നതായി മാമ്പുഴക്കരി സ്വദേശിയായ വട്ടപ്പാറ വീട്ടിൽ തങ്കച്ചൻ പറയുന്നു. രാമങ്കരി പഞ്ചായത്തിലെ വേഴപ്രായും രാമങ്കരി AC റോഡ് തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. രാമങ്കരി പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ പാലം. ഈ പാലത്തിലെ കൈവരികൾ പോയത് മൂലം നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ പോയിട്ടുണ്ട്. അധികാരികളെ പല പ്രാവശ്യവും ഈ ആവശ്യം ധരിപ്പിച്ചിട്ടുള്ളതാണ്. എന്നിട്ടും വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇപ്പോഴും അപകട ഭീഷണിയിലാണ്. 2 വീലറൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. AC കനാലിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കാണാൻ കഴിയും. ബന്ധപ്പെട്ട അധികാരികളെ ഈ ഭാഗം ധരിപ്പിച്ചിട്ടുള്ളതാണ്. ചെയ്യാൻ പല പ്രാവശ്യം പറയുന്നുണ്ട്, ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. സാമൂഹ്യ വിരുദ്ധർ പാലത്തിന്റെ കൈവരിയായി ഉപയോഗിക്കുന്ന പൈപ്പ് ലൈനുകൾ ഊരിയെടുക്കുന്നതായും ആക്ഷേപമുണ്ട്. എന്തായാലും കൈവരി അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കളർകോട് ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ നിന്ന് പണം അപഹരിച്ചതായി പരാതി. നെടുമുടി തോട്ടിവാത്തല പള്ളാത്ത് വീട്ടിൽ K രാജുവിന്റെ ഓട്ടോയിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. ആലപ്പുഴയിലേക്ക് ഓട്ടം പോയി മടങ്ങിയെത്തിയപ്പോഴാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ രാജു പണം നഷ്ടപ്പെട്ട വിവരം അറിയുന്നത്. ഓട്ടോയുടെ ഡാഷിൽ സൂക്ഷിച്ചിരുന്ന 2800 രൂപയും മറ്റ് രേഖകളുമാണ് നഷ്ടമായത്. കളർകോട് ജംഗ്ഷനിൽ ഊണ് കഴിക്കുവാനായി വണ്ടി നിർത്തി ഊണ് കഴിച്ച് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണം നടന്നതെന്നാണ് രാജു പറയുന്നത്. ഇന്നലെ ഞാൻ കളർകോട് ഒരു ഓട്ടം പോയതാണ്. എൻ്റെ വണ്ടിയുടെ കംപ്ലൈന്റ് തീർക്കാനായിട്ട് ബാറ്ററി കടയിലാണ് പോയത്. പോയിട്ട് തിരിച്ചു വന്ന് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ റെജി എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി കളർകോട് കാർത്തിക ഹോട്ടലിന്റെ കിഴക്കോശയായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് കാർത്തിക ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചു. ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്ന് വണ്ടി എടുത്തുകൊണ്ട് ആലപ്പുഴ വേറൊരു കടയിൽ നിന്ന് സാധനം വാങ്ങുവാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു സൈഡിലൊരു വലിയ ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ബോക്സ് തുറന്നു കിടക്കുന്നതായിട്ട് കണ്ട്. പക്ഷേ ഞാനത് അബദ്ധവശാൽ തുറന്നിട്ടാണെന്നുള്ള ധാരണയിലാണ് താക്കോൽ വഴി പോയതായിരിക്കുമെന്ന് ധരിച്ചു. ഞങ്ങൾ തിരിച്ചു വന്ന് എൻ്റെ കൂട്ടുകാരനെ ഇറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങി പുറകിലിട്ടിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ബോക്സിനകത്തിരുന്ന കുറച്ച് സാധനങ്ങളെല്ലാം കൂടെ ഒരു കൂടിനകത്തിട്ട് ഇതിന്റെ പുറകിലിട്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ബോക്സിൽ നിന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഞാൻ എന്നെ പരിശോധിച്ചപ്പോൾ എൻ്റെ ബോക്സിനകത്തു നിന്ന് ഒരു ഡയറിയും ആ ഡയറിക്കുള്ള വെച്ചിരുന്ന 2800 രൂപയും നഷ്ടപ്പെട്ടതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ ഈ പൈസ എന്നെ CC അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ സുഹൃത്തിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിരുന്ന പൈസയാണ്. ചങ്ങങ്കിരി ക്രിസ്ത്യൻ യൂണിയൻ പുതുതായി നിർമ്മിച്ച സെന്റ് ജോർജ് പുത്തൻചുണ്ടൻ നീരണിഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 ചങ്ങങ്കരി സെന്റ് ജോസഫ് ചാപ്പലിന് സമീപം നടന്ന ചടങ്ങിൽ എടത്വ സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോസഫ് പഴയപുര വള്ളം വെഞ്ചരിച്ചു. വള്ളത്തിന്റെ മുഖ്യശില്പിയായ ചങ്ങങ്കരി വേണു ആചാര്യെ ചടങ്ങിൽ ആദരിച്ചു. മുൻ MLA ഡോക്ടർ KC ജോസഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
വേണുവിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വിജയങ്ങൾ നേടുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ സമർപ്പിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ക്രിസ്ത്യൻ യൂണിയൻ പ്രസിഡന്റ് സെൽവിൻ തോമസ് വാളംപറമ്പിൽ അധ്യക്ഷനായി. 50 വർഷം മുമ്പ് നിർമ്മിച്ച പഴയ സെന്റ് ജോർജ് ചുണ്ടൻ വള്ളം കാലപ്പഴക്കത്താൽ കേടുവന്നതിനെ തുടർന്നാണ് പുത്തൻ ചുണ്ടൻ നിർമ്മിച്ചത്. ആലപ്പുഴ ജില്ലാ കളക്ടർ എൻ പത്മകുമാർ, അഡ്വക്കേറ്റ് ജേക്കബ് അബ്രഹാം, മോൻസി സോണി, ജോർജ് പഴയപുര, സിൽവിച്ചൻ, വർഗീസ് കണ്ണമ്പള്ളി എന്നിവർ സംസാരിച്ചു. കേരള കർഷക സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്കൊമ്പ് പാടി ഓഫീസ് പടിക്കൽ കർഷകരുടെ കൂട്ട ഉപവാസം സംഘടിപ്പിക്കുന്നു. സംഭരിച്ച നെല്ലിന്റെ വില കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, സംഭരണ വില 25 രൂപയായി ഉയർത്തുക, സംഭരണ സമയത്ത് തന്നെ നെല്ലിന്റെ വില നൽകുക, കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന സമരം CPM ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് M ശ്രീകുമാരൻ തമ്പി അധ്യക്ഷനാകും. KH ബാബുജൻ, C ശ്രീകുമാർ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് വിശ്വംഭര പണിക്കർ, KK അശോകൻ എന്നിവർ സംസാരിക്കും. ഇനി ചരമ വാർത്തകൾ. മാമ്മൂട് വാളിപ്ലാക്കൽ ത്രേസ്യാമ്മ മാത്യു നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുറിച്ചി മുട്ടത്ത് വീട്ടിൽ ജാനകിയമ്മ നിര്യാതയായി 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മിത്രക്കരി പാട്ടത്തിൽ രത്നമ്മ നിര്യാതയായി 71 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കുറിച്ചി പുതുശ്ശേരി മഠത്തിൽ അമ്മിണി നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചങ്ങങ്കിരി വേളശ്ശേരിയിൽ ത്രേസ്യാമ്മ നിര്യാതയായി 87 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10 എടത്വ സെന്റ് ജോർജ് ഫൊറാന ദേവാലയ സെമിത്തേരിയിൽ. കാവാലം കരിയൂർമംഗലം അറക്കൽ വീട്ടിൽ AS ഹരികൃഷ്ണൻ നിര്യാതനായി 62 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മുട്ടാർ 600 പുത്തൻപുരയ്ക്കൽ ക്ലാരമ്മ ഫ്രാൻസിസ് നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 3 മഹേന്ദ്രപുരം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചരിത്രം വഴിമാറുന്നു. പവലിയനിൽ തട്ടി മൂലം മുടങ്ങി. ആളും അരങ്ങും ആരവവുമില്ലാതെ ഇക്കുറി മൂലക്കാഴ്ച. കോൺഗ്രസ് കേരള കോൺഗ്രസ് ചേരിപ്പോര് വീണ്ടും മറനീക്കി പുറത്തുവരുന്നു. മുൻ MLA ഡോക്ടർ KC ജോസഫിനെ ഉദ്ഘാടകനാക്കിയതിൽ പ്രതിഷേധിച്ച് കൊടിക്കുന്നിൽ പിന്മാറി. കഴിഞ്ഞ ഡിസംബറിൽ ഭരണാനുമതി ലഭിച്ച 70 കോടിയുടെ കുടിവെള്ള പദ്ധതി ഇഴയുന്നു. കുടിവെള്ളമില്ലാതെ കുട്ടനാട്. KCB അന്വേഷണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.